ഹായ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോ സ്പേസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് റോ സ്പേസ്, കോളം സ്പേസ്, നൾ സ്പേസ്, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഒക്കെ റോ സ്പേസ് അല്ലെങ്കിൽ കോളം സ്പേസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും അത് മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് എ ബി ആൻ എം ബൈ എൻ മെട്രിക്സ്. അപ്പോൾ നമ്മളൊരു എം ബൈ എൻ മെട്രിക്സ്, എം റോസ് ആൻഡ് എൻ കോളംസ് ഉള്ള ഒരു മെട്രിക്സ് എടുത്തു ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഈക്വൽ ടു A11 A12 A1n എക്സെട്ര. അങ്ങനെ ലാസ്റ്റ് റോയിൽ AM1 AM2 എക്സെട്ര AMN. അത് നമ്മളൊരു മെട്രിക്സ് എടുത്തു. ദെൻ R1 എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ ഫസ്റ്റ് റോയാ A11 A12 എക്സെട്ര A1n. R2 സെക്കൻഡ് റോ കൊടുത്തു. ആൻഡ് RM എന്ന് പറയുന്നത് mth റോ, ലാസ്റ്റ് റോ AM1 AM2 എക്സെട്ര AMN ആർ ദ റോ വെക്ടേഴ്സ് ഓഫ് A. ഈ ഇതിനെയല്ല, അതായത് നമുക്ക് കിട്ടിയ മെട്രിക്സിൽ നിന്ന് നമ്മൾ ഓരോ റോയെയും ഓരോ വെക്ടേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. R1 R2 എക്സെട്ര RM. അതിനെ നമുക്ക് റോ വെക്ടേഴ്സ് എന്ന് പറയാം. ദെൻ ദ സബ്സ്പേസ് ഓഫ് RM സ്പാൻഡ് ബൈ ദ റോ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ് A ഈസ് കോൾഡ് ദ റോ സ്പേസ് ഓഫ് A. അതായത് ഈ റോ വെക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്കൊരു സബ്സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സബ്സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? സബ്സ്പേസ് ഓഫ് RM സ്പാൻഡ് ബൈ ദ റോ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിൻ്റെ റോ വെക്ടേഴ്സ് വെച്ച് സ്പാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സബ്സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോ സ്പേസ് എന്ന് പറയുന്നത്. സിമിലർലി കോളം സ്പേസ് എന്ന് പറഞ്ഞാൽ എ സബ്സ്പേസ് ഓഫ് Rn സ്പാൻഡ് ബൈ ദ കോളം വെക്ടേഴ്സ്. കോളം വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് കോളം വെക്ടർ എന്ന് പറയുന്നത് എന്താ വരുന്നത്? അതിൽ ഫസ്റ്റ് കോളം ആയിരിക്കും, സെക്കൻഡ് കോളം വെക്ടർ സെക്കൻഡ് കോളം ആയിരിക്കും, അങ്ങനെ n കോളം വെക്ടേഴ്സ് ഉണ്ടാവും. ഈ വെക്ടേഴ്സ് വെച്ച് സ്പാൻ ചെയ്യാവുന്ന ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനെയാണ് നമ്മൾ കോളം സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോ സ്പേസ് എന്ന് വെച്ചാൽ റോസ് വെച്ചിട്ട് സ്പാൻ ചെയ്യാവുന്ന സ്പേസ്, ആൻഡ് കോളം സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോളം വെച്ച് സ്പാൻ ചെയ്യാവുന്ന സ്പേസിനെയാണ് നമ്മൾ കോളം സ്പേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നൾ സ്പേസ്. ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് AX ഈക്വൽ ടു 0 വിച്ച് ഇസ് എ സബ്സ്പേസ് ഓഫ് Rn ഈസ് കോൾഡ് നൾ സ്പേസ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു. AX ഈക്വൽ ടു B എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയത് AX ഈക്വൽ ടു B ആയിരുന്നു. ഇനി ഈ B ഈക്വൽ ടു 0 വരുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഈ AX ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ് വെക്ടർ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരും, അതിന് നമ്മൾ AX ഈക്വൽ ടു 0 സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വെക്ടേഴ്സ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി the dimension of null space is called the nullity of the matrix. Dimension of the null spaceനെ നമ്മൾ വിളിക്കുന്ന പേര് nullity എന്നാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊരു തിയറം അവിടെ പറയുന്നുണ്ട്. ലെറ്റ് എ ബി ആൻ എം ബൈ എൻ മെട്രിക്സ്, ദെൻ ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും. ഇനി അടുത്തത് പറയുന്നത് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്നത് n ആയിരിക്കും. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് കോളംസ്. എത്ര കോളംസ് ഉണ്ടോ അതായിരിക്കും റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. നള്ളിറ്റി എന്തായിരുന്നു? നൾ സ്പേസിൻ്റെ ഡയമെൻഷനെയാണ് നമ്മൾ നള്ളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ കോളം സ്പേസ് ഈസ് ഓൾസോ കോൾഡ് റേഞ്ച് ഓർ ഇമേജ് ഓഫ് ദ മെട്രിക്സ് എ. കോളം സ്പേസിനെ നമുക്ക് റേഞ്ച് അല്ലെങ്കിൽ ഇമേജ് ഓഫ് ദ മെട്രിക്സ് എന്നും കൂടെ പറയാം. അപ്പോൾ ഇതാണ് തിയറം. അതപ്പോൾ ഓർക്കുക, ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ആയിരിക്കും. കോളം സ്പേസ് ഈസ് ഓൾസോ കോൾഡ് റേഞ്ച് ഓർ ഇമേജ് ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറയാം. ഇനി ഈ റോ സ്പേസിൻ്റെ കോളം സ്പേസിൻ്റെയൊക്കെ ബേസിസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് പ്രോബ്ലം ഒരെണ്ണം എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നോക്കി. ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ്, കോളം സ്പേസ് ആൻഡ് നൾ സ്പേസ് ഓഫ് ദ മെട്രിക്സ് എ.
അപ്പോൾ നമുക്ക് മെട്രിക്സ് കണ്ടിട്ടുണ്ട് 1 2 -3 1 2 3 1 0 3 4 5 -1. അപ്പോൾ നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചായിരുന്നു എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെയിം രീതിയിൽ നമുക്കിവിടെ കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പോൾ എ എഴുതി നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് മെട്രിക്സ് അതേപടി എഴുതി നമുക്ക് ചെയ്യേണ്ടത് ഇനി ഈ 2 and 3 0 ആക്കണം. അപ്പോൾ അവിടെ അതിന് വേണ്ടി നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ സപ്ലൈ ചെയ്യുക. R2 എന്ന റോയെ R2 - 2 R1 ചെയ്യുക. അപ്പം എല്ലാത്തിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ അതേപടി വരും. സെക്കൻഡ് റോയിൽ നിന്ന് ആദ്യം എന്താ വരുന്നത്, ഇവിടെ ഫസ്റ്റ് റോയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, 2 × 2 4 വരും, -2 -6 വരും, അടുത്ത 1 × 2 2 വരും. അപ്പോൾ 2 - 2 0 വന്നു, 3 - 4 -1 വന്നു, 1 - 6 7 വന്നു, 0 - 2 -2 വന്നു. അപ്പോൾ ആ റോ ഓക്കെ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, 3 - 3, അപ്പോൾ R3 - 3 R1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് എലമെൻറ്റ് 3 ആവും, 2 × 3 6 ആവും, -3 -9 ആവും, 1 × 3 3 ആവും. അപ്പോൾ 3 - 3 0 വന്നു, 4 - 6 -2 വന്നു, 5 - -9 എന്ന് പറയുമ്പോൾ 14 വരും, അതിൻ്റെ -1 -3 എന്ന് പറയുമ്പോൾ -4 വന്നു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കണം. അപ്പോൾ കംപ്ലീറ്റ്ലി 1 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അതിന് മുമ്പ് നമുക്ക് ഈ -2നെയും കൂടെ 0 ആക്കണം. -2നെ 0 ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, R3 - 2 R2, അതായത് ആദ്യത്തെ എലമെൻറ്റ് 0 വന്നു, ഈ എലമെൻറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യണേ. 0 × -2 0 ആയി, -1 × -2 എന്ന് പറയുന്നത് 1 ആയി, -1 × -2 എന്ന് പറയുന്നത് 2 ആയി, ദെൻ 7 × -2 എന്ന് പറയുന്നത് -14 ആയി, -2 × -2 എന്ന് പറയുമ്പോൾ 4 ആയി. ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത്, 0 + 0 0 വന്നു, -2 + 2 0 വന്നു, അടുത്തത് 14 - 14 0 ആയി, -4 + 4 0 ആയി. അപ്പോൾ ആ റോ കംപ്ലീറ്റ്ലി 0 ആയി. ഇനി നമുക്കറിയാം ഈ എലമെൻറ്റ് 1 ആക്കണം. 1 ആക്കണമെങ്കിൽ ആ കംപ്ലീറ്റ്ലി 1 കൊണ്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 1 - 7 2 എന്നായി. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഫോമിലാക്കി, റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്, റോ സ്പേസിൻ്റെ ബേസിസ് വേണം, കോളം സ്പേസിൻ്റെ ബേസിസ് വേണം, ആൻഡ് നൾ സ്പേസിൻ്റെ ബേസിസ് വേണം. അപ്പോൾ ബേസിസ് ഓഫ് റോ സ്പേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നോക്കി ഇവിടെ നോൺ സീറോ ആയിട്ട് വന്ന എത്ര റോസ് ഉണ്ട്, 2 റോസ് ഉണ്ട്. അപ്പം നമ്മുടെ റോ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലെ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ മെട്രിക്സിൽ 2 റോസാണ് നോൺ സീറോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്ന ആ 2 റോസ് ഏതൊക്കെയാണോ അതായത് റോ സ്പേസിൻ്റെ ബേസിസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് ഇതാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന നോൺ സീറോ റോസ് ഏതൊക്കെയാണോ അത് രണ്ടുമായിരിക്കും എന്തെന്ന് പറയുന്നത്, ബേസിസ് ഓഫ് ദ റോ സ്പേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നോൺ സീറോ, ഈ ലാസ്റ്റ് റോ നമുക്ക് കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. അപ്പോൾ അത് വെച്ച് 0 വെച്ച് നമുക്കൊരു എലമെൻറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ നമുക്ക് അതിൻ്റെ റോ സ്പേസിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ റോ വരും 1 2 -3 1, ആൻഡ് നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 0 1 -7 2. ഇത് രണ്ടുമായിരിക്കും റോ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് കോളം സ്പേസിൻ്റെ ബേസിസാണ്. കോളം സ്പേസിൻ്റെ ബേസിസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ അറിയാം 2 റോസാണ് നമുക്ക് നോൺ സീറോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് നോക്കുക. തന്നിരിക്കുന്ന മെട്രിക്സിലെ ആ ഫസ്റ്റ് 2 കോളംസ് എടുത്തെഴുതുക. 2 റോ ആണ് നോൺ സീറോ ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അതിന് നമുക്ക് ആദ്യം തന്ന മെട്രിക്സിൻ്റെ ആദ്യത്തെ 2 റോസ് സെലക്ട് ചെയ്യുക. അത് രണ്ടുമായിരിക്കും എന്തെന്ന് പറയുന്നത്, ബേസിസ് ഓഫ് ദ കോളം സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഈ 3 റോയും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ 3 റോ അങ്ങ് സെലക്ട് ചെയ്യുക. അതായിരിക്കും കോളം സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോൺ സീറോ ആയിട്ട് വന്നിട്ടുള്ള 2 റോസ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ 2 കോളംസ് സെലക്ട് ചെയ്യുക. അതായിരിക്കും ബേസിസ് ഓഫ് ദ കോളം സ്പേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റോ സ്പേസിൻ്റെയും കോളം സ്പേസിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഓക്കെ. റാങ്ക് ഓഫ്
എ തന്നെയായിരിക്കും. അപ്പോൾ റാങ്ക് ഓഫ് എ ഇവിടെ 2 ആണ്. അപ്പോൾ അത് തന്നെ കിട്ടും നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ബേസിസ് ഓഫ് റോ സ്പേസ് ആൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ബേസിസ് ഓഫ് കോളം സ്പേസ്. ഇനി നമുക്ക് നൾ സ്പേസിൻ്റെ ബേസിസും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നൾ സ്പേസിൻ്റെ ബേസിസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം നൾ സ്പേസ് കണ്ടുപിടിക്കുന്നത് Ax=0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ എ എന്താണെന്ന് നമുക്കറിയാമല്ലോ. എ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് ആണ് നമ്മുടെ എ. അത് കൊടുക്കുക. ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വെക്ടേഴ്സ് ഉണ്ട്, നമുക്ക് 4 കോളംസ് ഉണ്ട്. അപ്പോൾ x1 x2 x3 x4 4 വെക്ടേഴ്സ് ഉണ്ടാവും. ഈക്വൽ ടു 0 0 0 എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാമല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? 1 ഇൻറ്റു x1 പ്ലസ് 2x2 മൈനസ് 3x3 പ്ലസ് x4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷനായിട്ട് x2 മൈനസ് 7x3 പ്ലസ് 2x4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ലാസ്റ്റ് റോ 0 ആയതുകൊണ്ട് അത് വെച്ച് നമുക്ക് ഇക്വേഷൻസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഹിയർ എന്നിൻ്റെ വാല്യൂ, ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാണ്. എന്നിൻ്റെ വാല്യൂ 4 ആണ്, ഇവിടെ 3 എന്നാണ് കൊടുത്തിരുന്നത് കേട്ടോ. എന്നിൻ്റെ വാല്യൂ 4 ആണ്. ആൻഡ് r ഈക്വൽ ടു 2 റാങ്ക് എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? n-r വേരിയബിൾസിന് ആർബിട്രറി ആയിട്ട് വാല്യൂ കൊടുക്കുന്നത്. n-r എന്ന് പറയുമ്പോൾ 4 - 2 ഈക്വൽ ടു 2 വേരിയബിൾസിന് നമ്മൾ ആർബിട്രറി ആയിട്ട് വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ 2 വേരിയബിൾസിന് ആർബിട്രറി ആയിട്ട് കൊടുത്തു. അതിലൊരെണ്ണം x3ക്ക് നമ്മൾ k1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് x4 നമ്മൾ k2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ x3യുടെയും x4ൻ്റെയും വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x2 ഈക്വൽ ടു 7k1 മൈനസ് 2k2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ x3 കിട്ടി, x4 ഉണ്ട്, x2 കിട്ടി. ഈ 2 വാല്യൂസും കൂടെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂം കിട്ടും. മൈനസ് 11k1 പ്ലസ് 3k2. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടിക്കോളും. ഓക്കെ, മൈനസ് 11k1 പ്ലസ് 3k2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെക്ടർ എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്ന വെക്ടർ x1 x2 x3 x4 ആണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്ന് എഴുതുക. x1ൻ്റെ വാല്യൂ ആദ്യം എഴുതി 11k1 പ്ലസ് 3k2. x2ൻ്റെ വാല്യൂ നമുക്കറിയുന്നു 7k1 മൈനസ് 2k2. x3 എന്ന് പറയുന്നത് k1 ആണ്. x4 k2. അത്രയും വാല്യൂസ് കൊടുത്തു. ഇനി അതിൽ k1 എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ആദ്യം 2 സ്പ്ലിറ്റ് ചെയ്യുവാണേ. അപ്പോൾ k1ൻ്റെ വരുമ്പോൾ മൈനസ് 11k1 ഉണ്ട്, 7k1. ഇവിടെ k1 ലാസ്റ്റത്തേൽ k1ൻ്റെ എലമെൻ്റ് ഇല്ല, അതുകൊണ്ട് 0 കൊടുത്തു. പ്ലസ് അടുത്തത് എന്ത് വരും? ഇവിടെ k2ൻ്റെ വരുമ്പോൾ ഇവിടെ 3k2 ഉണ്ട്, 3k2. ഇവിടെ മൈനസ് 2k2 ഉണ്ട്. ഇവിടെ k2ൻ്റെ എലമെൻ്റ് ഉണ്ട്, തേർഡ് വന്നപ്പോൾ k2ൻ്റെ എലമെൻ്റ് ഇല്ല, therefore 0. ലാസ്റ്റ് k2 വന്നു. ഇനി ഇതിൽ നിന്നല്ല നമ്മൾ k1നെ കോൺസ്റ്റൻ്റ് എടുക്കുക. ആദ്യത്തെ എലമെൻറ്റ് നമുക്ക് k1 കോൺസ്റ്റൻ്റ് എടുക്കുമ്പോൾ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ മൈനസ് 11, ഇവിടെ 7, ഇവിടെ 1 ആൻഡ് 0. പ്ലസ് ഇവിടെ നിന്ന് k2 എടുക്കുക. k2 ഈക്വൽ ടു k2 ഇൻറ്റു 3 വരും, മൈനസ് 2 0 1 വരും. അത്ര എലമെൻറ്റ്സ് കൊടുത്തു. അപ്പം നൾ സ്പേസിൻ്റെ ബേസിസ് എന്തായിരിക്കും? ഈ വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. നമ്മുടെ -11 7 1 0 ആൻഡ് 3 - 2 0 1 എന്ന് പറയുന്നതായിരിക്കും നൾ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നത്. അതായത് ദ വെക്ടേഴ്സ്, ആ 2 വെക്ടേഴ്സ് സ്പാൻ ദ നൾ സ്പേസ് ആൻഡ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. ദെയർഫോർ ബേസിസ് ഓഫ് നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ 2 എലമെൻറ്റ്സ് എഴുതുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു. അപ്പോൾ ബേസിസ് ഓഫ് റോ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് കിട്ടുന്നതിൽ എത്ര നോൺ സീറോ റോസ് വന്നിട്ടുണ്ടോ അതായിരിക്കും റോ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇനി കോളം സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് പറയുന്നത് നമുക്ക് എത്ര നോൺ സീറോ റോസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സിലെ നമ്പർ ഓഫ് അത്രയും, ഇപ്പോൾ 2 നോൺ സീറോ റോ ആണ് വന്നിട്ടുണ്ടെങ്കിൽ 2 കോളംസ് സെലക്ട് ചെയ്തതായിരിക്കും കോളം സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇനി നൾ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കാനായിട്ട് Ax = 0 സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടേഴ്സ് ആയിരിക്കും നൾ സ്പേസിൻ്റെ ബേസിസ്. അപ്പം ഈ ടൈപ്പ് പ്രോബ്ലം ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോക്കുക കേട്ടോ. അപ്പോൾ താഴെ ഒരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് റാങ്ക് ആൻഡ് നള്ളിറ്റി = n for A = ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ സൊല്യൂഷൻ ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യുക. സെക്കൻഡ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക, അതാണ് റാങ്ക് എന്ന് പറയുന്നത്. പ്ലസ് നള്ളിറ്റി എന്ന് പറയുന്നത് നൾ സ്പേസിൻ്റെ റാങ്കാണ്. നൾ സ്പേസിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ നൾ സ്പേസ് കണ്ടുപിടിക്കുക. നൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ത് നൾ സ്പേസിലെ എലമെൻറ്റ്സിനായിരിക്കും നമ്മൾ നള്ളിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയമെൻഷൻ n തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ടത് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.